Hi all, again welcome back to L4 Literature. Here we are going through the third part of the video of the poem When I Was Growing Up by Nellie Wong. Here we are just going to discuss the questions and answers of the poem. And first of all, we are going to discuss the one-word questions in the poem. The first question is, Dash is Nellie Wong's nationality? Dash is Nellie Wong's nationality. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെല്ലി വോങ്ങിൻ്റെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഷി വാസ് എ ചൈനീസ് അമേരിക്കൻ. അവളുടെ പാരൻസ് ചൈനീസ് അമേരിക്കൻ ആയിരുന്നു. അതുകൊണ്ട് അവളെന്താണ് ഒരു ചൈനീസ് അമേരിക്കൻ ഗേൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഡാഷ് ഈസ് എ റൈറ്റിംഗ് കളക്റ്റീവ് ഓഫ് ചൈനീസ് അമേരിക്കൻ വിമൻ ഫൗണ്ടഡ് ബൈ നെല്ലി വോങ്. ഡാഷ് ഈസ് എ റൈറ്റിംഗ് കളക്റ്റീവ് ഓഫ് ചൈനീസ് അമേരിക്കൻ വിമൻ ഫൗണ്ടഡ് ബൈ നെല്ലി വോങ്. നെല്ലി വോങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചൈനീസ് അമേരിക്കൻ വിമൻ കൂട്ടായ്മ ഉണ്ടായിരുന്നു അല്ലേ. അതേതായിരുന്നു? അൺബൗണ്ട് ഫീറ്റ് എന്ന് പറയുന്ന ചൈനീസ് അമേരിക്കൻ വിമൻ കൂട്ടായ്മയായിരുന്നു അല്ലേ. അവർ 1970s അവസാന ഘട്ടത്തിൽ കാലിഫോർണിയയിലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയിട്ട് ലെക്ചേഴ്സൊക്കെ നടത്താറുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അൺബൗണ്ട് ഫീറ്റ് ഈസ് ദ റൈറ്റിംഗ് കളക്റ്റീവ് ഓഫ് ചൈനീസ് അമേരിക്കൻ വിമൻ. Okay. Now the third question is, name the poem written by Nellie Wong which is permanently installed in a public place in San Francisco. So സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു പബ്ലിക് പ്ലേസിൽ പെർമനൻ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നെല്ലി വോങ്ങിൻ്റെ ഒരു കവിത. ഏതാണ് ആ കവിത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സോങ്സ് ഓഫ് ഫെയർവെൽ എന്ന് പറയുന്ന കവിതയാണ് കേട്ടോ. സോങ്സ് ഓഫ് ഫെയർവെൽ. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, name the lecture series which made Wong popular. Name the lecture series which made Nellie Wong popular. Women and Revolution Alive and Inseparable is the lecture series which made Nellie Wong popular. So, Women and Revolution Alive and Inseparable എന്ന് പറയുന്ന ആ ഒരു ലെക്ചർ സീരീസിലൂടെയാണ് നെല്ലി വോങ് പോപ്പുലർ ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, complete the statement by Nellie Wong. When women rise, dash. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു when women rise, everyone will rise അല്ലേ. ഇത് നെല്ലി വോങ് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. when women rise, everyone will rise. സൊസൈറ്റിയിൽ ആദ്യം സ്ത്രീകൾ എന്താണ് ഉയർന്നു വരണം, അപ്പോഴെന്താണ് ബാക്കിയുള്ളവരും കൂടെ ഉയർന്നു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ when women rise, everyone will rise. ഓക്കെ. നെക്സ്റ്റ് ഒന്നോ രണ്ടോ സെൻറ്റൻസിലെ ആൻസേഴ്സ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, വിച്ച് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ലൈൻ ഇൻ ദ പോം? ഹൗ മെനി ടൈംസ് ഈസ് ഇറ്റ് റിപ്പീറ്റഡ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനിൽ ഒരു ലൈൻ ഈ ഒരു പോമത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് ലൈനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നുള്ള ലൈനാണ് റിപ്പീറ്റ് ചെയ്തിട്ട് പോമത്തിൽ എപ്പോഴും വരുന്നത്. 11 ടൈംസ് ആണ് അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് എ പോം ഈസ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്? വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നുള്ള പോം ഏത് തരത്തിലുള്ള പോമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോം. ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെല്ലി വോങ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് അമേരിക്കൻ വിമനാണ്. അവരുടെ ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ് വരെയുള്ള പാസ്റ്റാണ് ഈ ഒരു പോമത്തിൽ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോം ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ്ഡ് എമംഗ് ദ സിബ്ലിങ്സ് ദാറ്റ് മെയ്ഡ് ദ പോയറ്റ് ഫീൽ ക്രഷ്ഡ് ബിറ്റ്വീൻ ഹൈ വാൾസ്? ഇത് നമ്മൾ പോയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സിസ്റ്റേഴ്സൊക്കെ നല്ല ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള പെൺകുട്ടികളായിരുന്നു. പക്ഷേ നമ്മുടെ പോയറ്റ് മാത്രം എന്താണ് ഇച്ചിരി യെല്ലോ ഡാർക്ക് സ്കിന്നായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു അല്ലേ. സോ എല്ലാവരും എന്താണ് അവരുടെ സിസ്റ്റേഴ്സിനെ എങ്ങനെ പ്രൈസ് ചെയ്യാറുണ്ടായിരുന്നു അവരുടെ ബ്യൂട്ടി കണ്ടിട്ട്. പക്ഷേ ആ ഒരു സമയത്ത് എന്താണ് ഈ കുട്ടി മാത്രം ഇങ്ങനെ ഹൈ വാൾസിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് എന്താ പറയുക ഇങ്ങനെ ആകെ കൂടെ എന്താണ് കരഞ്ഞ് ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ദ ആൻസർ ഈസ്, her sisters were fair-skinned and everyone praised them for their beauty, but no one ever praised the poet because she was dark. So she felt crushed between high walls. Okay. Next one, what is the image of the desirable woman that is seen in the poem? What is the image of the desirable woman that is seen in the poem?
ഫോർത്ത് സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നുണ്ട് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ റീഡ് മാഗസിൻസ് ആൻഡ് സോ മൂവീസ് എന്ന് തുടങ്ങുന്ന ആ ഒരു സ്റ്റാൻസയിൽ പറയുന്നുണ്ട് എന്ത് മാഗസിൻസിലും മൂവീസിലൊക്കെ കാണുന്ന മൂവി സ്റ്റാർസിനെ പോലുള്ള സ്ത്രീകളാണ് ഡിസൈറബിൾ വുമൺ എന്ന് പറയുന്ന ഒരു ഇമേജിലോട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ദ ആൻസർ ഈസ് എ ഡിസൈറബിൾ വുമൺ ഷുഡ് ഹാവ് വൈറ്റ് സ്കിൻ ആൻഡ് സെൻസസ് ലിപ്സ് ലൈക്ക് ബ്ലോണ്ട് മൂവി സ്റ്റാർസ്. ഓക്കെ, അപ്പോൾ മൂവി സ്റ്റാർസിനെ കാണുന്നത് പോലെ വൈറ്റ് ആയിരിക്കണം, സെൻസസ് ലിപ്സ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അത്തരത്തിലുള്ളൊരു സ്ത്രീ മാത്രമേ ഒരു ഡിസൈറബിൾ വുമൻ ആയിട്ട് സൊസൈറ്റി അംഗീകരിക്കുകയുള്ളൂ എന്നാണ് ഈ കുട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് വാസ് ദ കൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി ദാറ്റ് എമേർജ്ഡ് ത്രൂ ഹർ ഹാബിറ്റ് ഓഫ് റീഡിങ്. ഇനി ഈ കുട്ടി നന്നായിട്ട് വായിക്കുന്ന കുട്ടിയായിരുന്നു അല്ലേ. സോ അവളുടെ ആ ഒരു റീഡിങ് ഹാബിറ്റിലൂടെ അവൾ ഒരു ബ്യൂട്ടി കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Reading magazines forced her to wear imaginary pale skin, otherwise she won't be accepted by others. സോ ഒരു ഇമാജിനറി പെയിൽ സ്കിൻ, അതായത് ആ മൂവി സ്റ്റാർസിനെ പോലെയൊക്കെ നല്ല സെൻസസ് ലിപ്സും അതുപോലെ തന്നെ വൈറ്റ് കളറും ഒക്കെ ഇല്ലെങ്കിൽ എന്താണ് സൊസൈറ്റി അവളെ അംഗീകരിക്കില്ല എന്നുള്ളൊരു തോന്നൽ എന്താണ് അവളുടെ മനസ്സിലുണ്ടായപ്പോൾ ആ ഒരു ഇമാജിനറി പെയിൽ സ്കിൻ എപ്പോഴും അവൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് അവളുടെ ആ ഒരു ബ്യൂട്ടി കൺസെപ്റ്റായിട്ട് അവളുടെ റീഡിംഗ് ഹാബിറ്റിലൂടെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് മെയ്ഡ് ദ പോയറ്റ് പ്രൗഡ് ഓഫ് ഹെർസെൽഫ് ആൻഡ് എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അതായത് നമ്മൾ പോയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെല്ലി വോങ് എന്ന് പറയുന്നത് സ്കൂളിൽ കുട്ടിയായിരിക്കുമ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഷീ ഹാഡ് എ ഗുഡ് കമാൻഡ് ഓവർ ദ അമേരിക്കൻ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഇറ്റ്സ് ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. So she became one of the smart Chinese children in the school and felt a sense of belonging. So അതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അവൾക്ക് അമേരിക്കൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടായിരുന്നു, അതിൻ്റെ സ്പെല്ലിങ്ങും ഗ്രാമറും എല്ലാത്തിലും നല്ല പ്രൊഫിഷ്യൻസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ ചൈനീസ് അമേരിക്കൻ ചിൽഡ്രൻ്റെ ഇടയിൽ ഇവൾക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷി വാസ് പ്രൗഡ് ഓഫ് ഹെർ ഇംഗ്ലീഷ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വർ ദ ലക്കി ഗേൾസ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സിക്സ്ത് സ്റ്റാൻസയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ പോയറ്റ് തോട്ട് ദാറ്റ് ദ ലക്കി ഗേൾസ് ആർ ദോസ് who are white in color and they wear imported cotton dresses, Kashmiri sweaters, etc. They should have curly hair too. ഈ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത്, ഹൈസ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് വൈറ്റ് ഗേൾസിനെ കാണുന്നുണ്ട്. അവരുടെ ഡ്രസ്സസൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോട്ടൺ ഡ്രസ്സസ് ആയിരുന്നു. മാത്രമല്ല കാശ്മീരി സ്വെറ്റേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക്. മാത്രമല്ല അവരുടെ മുടിയൊക്കെ കേളി ഹെയർ ആയിരുന്നു. മാത്രമല്ല അവരെന്താണ് വൈറ്റ് ഇൻ കളർ. സോ ഇത്രയും ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലക്കി ഗേൾ ആവുള്ളൂ എന്നാണ് നമ്മളുടെ നെല്ലി വോങ് സ്കൂൾ ചിൽഡ്രൻ ആയിരിക്കുമ്പോൾ, സ്കൂൾ കുട്ടി ആയിരിക്കുമ്പോൾ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെവൻത്ത് സ്റ്റാൻസയിൽ അൺ അമേരിക്കൻ എന്ന് പറയുന്നൊരു വേർഡ് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വൺ. വാട്ട് വാസ് റിഗാർഡഡ് ആസ് അൺ അമേരിക്കൻ? വാട്ട് വാസ് റിഗാർഡഡ് ആസ് അൺ അമേരിക്കൻ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ചൈൽഡ് ബോൺ ഓഫ് ചൈനീസ് പാരൻസ് വാസ് കൺസിഡേർഡ് ആസ് ഫോറിൻ ആൻഡ് അൺ അമേരിക്കൻ. സോ നെല്ലി വോങ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് അമേരിക്കൻ പാരൻസിന് ജനിച്ചിട്ടുള്ള കുട്ടിയായിരുന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഈ കുട്ടി എപ്പോഴും ഒരു ഫോറിൻ അല്ലെങ്കിൽ ഒരു അൺ അമേരിക്കൻ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ, വാട്ട് വേർ ദ പോയറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ്? വാട്ട് വേർ ദ പോയറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ്? എന്തായിരുന്നു അമേരിക്കൻ കുട്ടികളൊക്കെ കഴിക്കുന്ന ഫുഡ് കാണുമ്പോഴെന്താണ് അവൾക്ക് അതുപോലുള്ള ഫുഡ് കഴിക്കാനായിട്ട് താല്പര്യമൊക്കെ വരുന്നുണ്ടായിരുന്നു അല്ലേ. ഷീ ഓൾവേസ് ഹങ്കേർഡ് ഫോർ അമേരിക്കൻ ഫുഡ്. ഷീ ഓൾവേസ് ഹങ്കേർഡ് ഫോർ അമേരിക്കൻ ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വൈ വാസ് ദ പോയറ്റ് അഷെയിംഡ്? ഇനി എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഇവൾക്ക് എന്താണ് ഒരു ഷെയിം ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? ഒരു വൈറ്റ് മാൻ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ പിന്നീട് യെല്ലോ മെന്നിനെ കാണുമ്പോൾ അവൾക്ക് എന്താണ് ഒരു ഷെയിം ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? എന്തുകൊണ്ടായിരുന്നു? ദ പോയറ്റ് ഈസ് അഷെയിംഡ് ഓഫ് ദ യെല്ലോ മെൻ ബിക്കോസ് ഓഫ് ദെയർ അൺകൾച്ചേർഡ് ഹാബിറ്റ്സ് ഓഫ് സ്പിറ്റിംഗ് ഇൻ ദ സ്ട്രീറ്റ്, cogging, lying in the sunless rooms, their frail bodies and small bones, etc. Okay. Next question. What was the notion of cleanliness that made the poet desperate? What was the notion of cleanliness that made the poet desperate? അപ്പോൾ നമ്മൾ
ഇവിടെ ഏതോ ഒരു സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലീനായിട്ട് ദൈവം ക്ലീനായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് വൈറ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഡേർട്ടി ആണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ പോയിന്റിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ വാട്ട് വാസ് ദ നോഷൻ ഓഫ് ക്ലീൻലിനെസ് ദാറ്റ് മെയ്ഡ് ദ പോയറ്റ് ഡെസ്പെറേറ്റ്? അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഷീ തോട്ട് ദാറ്റ് ഗോഡ് മെയ്ഡ് വൈറ്റ് പീപ്പിൾ ക്ലീൻ ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് ഷീ ബാത്ത് ഷീ കുഡൻ ചേഞ്ച് ഹെർ സ്കിൻ ആൻഡ് ഷീ ഫെൽറ്റ് ഹെർ സെൽഫ് ഡേർട്ടി. അവൾ എത്ര കുളിച്ചിട്ടും എന്താണ് ആ വൈറ്റ് കളർ അവൾക്ക് കിട്ടില്ല അല്ലേ. സോ ഗോഡ് എന്താണ് വൈറ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം ക്ലീൻ ആയിട്ട് സൃഷ്ടിച്ചേക്കുവാണ്, ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഡേർട്ടി ആയിട്ട് സൃഷ്ടിച്ചേക്കുവാണ് എന്നുള്ളൊരു ക്ലീൻലിനെസ് നോഷനാണ് നമ്മുടെ നെല്ലി വോങ്ങിന് ഉണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ ഗേൾ വിഷ് ടു എസ്കേപ്പ് ടു ഇൻ ഹെർ ചൈൽഡ്ഹുഡ് ഫാൻറ്റസീസ്? ചൈൽഡ്ഹുഡ് ഫാൻറ്റസീസ്, നമുക്കൊക്കെ ഒരുപാട് ചൈൽഡ്ഹുഡ് ഫാൻറ്റസീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ നെല്ലി വോങ്ങിന് ഒരുപാട് ചൈൽഡ്ഹുഡ് ഫാൻറ്റസീസ് ഉണ്ടായിരുന്നു. അക്കാലത്തൊക്കെ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടണമെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഷീ വിഷ്ഡ് ടു എസ്കേപ്പ് ടു ദ പേർപ്പിൾ മൗണ്ടെയ്ൻസ് ആൻഡ് ഹൗസസ് ബൈ ദ സീ വേർ ഷീ ക്യാൻ ബ്രീത്ത് ഫ്രീലി വിതൗട്ട് എനി ബേർഡൻ ഓഫ് ബീയിങ് ആൻ യെല്ലോയിഷ് ഗേൾ. അതായത് പേർപ്പിൾ മൗണ്ടെയിൻ അങ്ങോട്ട് ഓടിപ്പോണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഹൗസസ് ബൈ ദ സീ, കടൽ തീരത്തുള്ള നല്ല വീടുകളൊക്കെ, അവിടെയൊക്കെ എന്താണ് അവൾക്ക് ഫ്രീ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളായിരുന്നു അതൊക്കെ. അവളുടെ ഫാൻറ്റസീസിൽ അവളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസസ് ആയിരുന്നു ആ ഒരു പേർപ്പിൾ മൗണ്ടെയ്ൻസും അതുപോലെ തന്നെ ഹൗസസ് ബൈ ദ സീ എന്നൊക്കെ പറയുന്നത്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്താണ് ആ ഒരു യെല്ലോ പീപ്പിളിൻ്റെ ഇടയിൽ നിന്നൊക്കെ മാറിയിട്ട് ഫ്രീ ആയിട്ട് ഒന്ന് സമാധാനത്തോടെ ജീവിക്കാനാണ് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ട്രാൻസിഷൻ സജസ്റ്റഡ് ഇൻ ദ കൺക്ലൂഡിംഗ് ലൈൻസ് ഓഫ് ദ പോം? ഇനി പോത്തിൻ്റെ ലാസ്റ്റ് ലൈൻസിൽ ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. എന്തായിരുന്നു ആ ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസിഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. So the answer is, through the last lines of the poem, the poet talks about the transition of realizing her own identity apart from all the identity crises she felt in the past. അതായത് പാസ്റ്റിൽ അവൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നു അല്ലേ. ചിലർ അവളോട് ഫിലിപ്പിനോ ആണോ ചോദിക്കും, ചിലർ പോർച്ചുഗീസ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അല്ലേ. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ എന്താണ് അവളുടെ ആ ഒരു ചൈനീസ് അമേരിക്കൻ എന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയിൽ എന്താണ് ഉറച്ചു നിൽക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. In the last lines of the poem, the poet identified her Chinese American identity. That is the transition happened in the last lines. Okay. ഇനി paragraph questions ആണ്. First one, what are the techniques used by the poet to explore the growth of the girl? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയത്തിലൂടെ നെല്ലി വോങ് പറയുന്നത് അവളുടെ യങ് ഏജ് മുതൽ അഡോളസൻസ് വരെയുള്ള ആ ഒരു പീരീഡിൽ അവൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ യങ് ഏജ് മുതൽ അഡോളസൻസ് ഏജ് വരെ അവൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, അവളുടെ ആ ഒരു ഗ്രോത്ത് എങ്ങനെയാണ് പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്, എന്തൊക്കെ ടെക്നിക്സ് ആണ് അതിനെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജസും ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എംഫസൈസ് ചെയ്യുന്ന ആ ഒരു ഇമേജസും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിലുള്ള ആൻസേഴ്സൊക്കെ ഇതിൽ ചേർത്തിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ഇമേജസ് ഓഫ് സെൽഫ് ലോത്തിങ് ഇൻ ദ പോം. സെൽഫ് ലോത്ത് മീൻസ് സെൽഫ് ഹെയ്റ്റ്രഡ്, സ്വയം എന്താണ് ഇങ്ങനെ വെറുക്കുക അല്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ, ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അല്ലേ. കാരണം സ്കൂളിൽ പോകുമ്പോൾ ആ വൈറ്റ് ഗേൾസിനെ കാണുമ്പോൾ എന്താണ് അവൾ പറയുന്നുണ്ട്, ഗോഡ് എന്താണ് വൈറ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം ക്ലീൻ ആയിട്ട് സൃഷ്ടിച്ചു, എന്നെ എന്താണ് ഡേർട്ടി ആയിട്ട് സൃഷ്ടിച്ചു, ഞാൻ എന്താണ് ഡേർട്ടി ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം എന്താണ് ഡീമീൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് പോയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് എന്താണ് ഇതിന് നിങ്ങൾക്ക് ആൻസേഴ്സ് കൊടുക്കാവുന്നതാണ് കേട്ടോ. തേർഡ് വൺ, അനലൈസ് ദ ഇമേജസ് ഓഫ് ദ ഡിസൈറബിൾ വുമൺ പോപ്പുലറൈസ്ഡ് ബൈ ദ ഡോമിനൻറ്റ് വൈറ്റ് കൾച്ചർ. ആ ഒരു ഡോമിനൻറ്റ് വൈറ്റ് കൾച്ചർ പ്രകാരം ഒരു ഡിസൈറബിൾ വുമൺ എന്ന് പറയണമെങ്കിൽ, സൊസൈറ്റിയിൽ ഒരു ഡിസൈറബിൾ വുമൺ എന്ന ഒരു പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താവണം, ആ മാഗസിൻസിലും മൂവീസിലും കാണുന്നത് പോലുള്ള സ്റ്റാർസിനെ പോലെ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വൈറ്റ് ആയിരിക്കണം, അതുപോലെ എന്താണ് സെൻസസ് ലിപ്സ് വേണം, അതുപോലെ തന്നെ എന്താണ് നല്ല ഫേസൊക്കെ എന്താണ് വൈറ്റ് ആയിട്ട് മൂവി സ്റ്റാർസിനെ പോലെ തന്നെ നിൽക്കണം അല്ലേ. എങ്കിൽ മാത്രമേ ഒരു ഡിസൈറബിൾ വുമണായിട്ട് സൊസൈറ്റി അംഗീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഇമേജസ് ഓഫ് റേഷ്യൽ സ്റ്റീരിയോ ടൈപ്പിംഗ് ഇൻ ദ പോം?
റേഷ്യൽ സ്റ്റീരിയോ ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവില്ലേ. ഇപ്പോൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ആളുകൾ മാത്രമാണ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. അതൊരു സ്റ്റീരിയോ ടൈപ്പാണ്. അപ്പോൾ ഈ പോയത്തിൽ റേഷ്യൽ സ്റ്റീരിയോ ടൈപ്പിംഗ് കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് തെളിയിക്കുന്ന ഇമേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫസ്റ്റ് മുതലേ കാണാനായിട്ട് സാധിക്കും. ഈ കുട്ടിയുടെ സിസ്റ്റേഴ്സൊക്കെ എന്താണ് വൈറ്റ് ആയിരുന്നു, അവരെ എല്ലാവരും എന്താണ് പ്രൈസ് ചെയ്തിരുന്നു അല്ലേ. പക്ഷേ ഈ കുട്ടി എന്താണ് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഇവളാരും പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് തുടങ്ങുന്നുണ്ട് ആ ഒരു റേഷ്യൽ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡിസൈറബിൾ വുമൺ എന്ന് പറയണമെങ്കിൽ വൈറ്റ് ആയിരിക്കണം, മൂവി സ്റ്റാർസിനെ പോലെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പോയത്തിൽ ഉടനീളം എന്താണ് ഈ ഒരു റേഷ്യൽ സ്റ്റീരിയോ ടൈപ്പിങ്ങിന് ഇമേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് വൺ, ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ദ പോം. അതെന്താണ്, ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ അവളെന്താണ് അവളുടെ ആ ഒരു നിറത്തിനെ പറ്റിയും അവളുടെ ആ ഒരു ഇമേജിനെ പറ്റിയും ഐഡൻറ്റിറ്റിയെ പറ്റിയൊക്കെ എന്താണ് വറി ചെയ്തിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അല്ലേ. പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്താണ് ലാസ്റ്റ് ലൈനിൽ എത്തുമ്പോഴേക്ക് ആ ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനിലൂടെ അവളെന്താണ് അവളുടെ ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ അവളുടെ പ്ലേസ് കണ്ടെത്തുന്നുണ്ട് അല്ലേ. ഷീ റിയലൈസസ് ഹർ ഐഡൻറ്റിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ പോം അല്ലേ. ഇനി എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, how does Nellie Wong depict the dominant white culture and its encoded precepts of beauty as victimizing the women of other races? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത്രയാണ്. നെല്ലി വോങ് ഈ ഒരു പോയത്തിലൂടെ എങ്ങനെയാണ് ആ ഒരു അമേരിക്കൻ വൈറ്റ് കൾച്ചറും അവരുടെ ആ ഒരു ബ്യൂട്ടി കൺസെപ്റ്റ്സൊക്കെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ബ്യൂട്ടി കൺസെപ്റ്റ് വെച്ചിട്ട് അവിടെ താമസിക്കുന്ന ചൈനീസ് അമേരിക്കൻ വിമൻ അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് അതർ റൈസസ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരും മറ്റ് വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ആ ഒരു ബ്യൂട്ടി കൺസെപ്റ്റിൻ്റെ വൈറ്റ് ബ്യൂട്ടി കൺസെപ്റ്റിൻ്റെ ഇരകളായിട്ട് മാറുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ചോദ്യം കേട്ടോ. ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ പോയത്തിൻ്റെ കറക്റ്റ് അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു അമേരിക്കൻ ബ്യൂട്ടി കൾച്ചറിൻ്റെ ആ ഒരു കൺസെപ്റ്റിൻ്റെ വിക്ടിംസ് ആയിട്ട് ചൈനീസ് അമേരിക്കൻ വിമൻ മാറുന്നതും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെല്ലി വോങ്സ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഈസ് എ പോം ഓഫ് റെസിസ്റ്റൻസ്. ഇനി എന്താണ്, ഈ ഒരു പോം ഒരു റെസിസ്റ്റൻസ് പോയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളോട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ എന്ന് നിങ്ങൾ പോം അനാലിസിസ് കേട്ടതിന് ശേഷം നോക്കുക കേട്ടോ. പോം ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരുതരം ചെറുത്ത് നിൽപ്പ്. ഇപ്പോൾ ആ ഒരു അമേരിക്കൻ വൈറ്റ് ബ്യൂട്ടി കൾച്ചറിനെതിരെയുള്ള ഒരു ചെറുത്ത് നിൽപ്പായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ തുറന്നടിച്ച് എഴുതിയിട്ടുള്ളൊരു പോം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് നമ്മളുടെ ഒപ്പീനിയൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പോം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്, ഇറ്റ്സ് എ പോം ഓഫ് റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാവും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോയത്തിന് ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഫസ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. എസ്സേ ക്വസ്റ്റ്യനും പാരഗ്രാഫ് ക്വസ്റ്റ്യനും നമുക്ക് ആൻസേഴ്സ് ഇവിടെ കൊടുക്കുന്നത് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് പോയത്തിൻ്റെ അനാലിസിസ് കേട്ടതിന് ശേഷം അതിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ സിഗ്നേച്ചേഴ്സിലെ വേറൊരു ചാപ്റ്ററായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.